ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രോഹിത് രവി. ആയുർചേറ്റ്സിന്റെ പുതിയൊരു സീരീസ് ആയിട്ടുള്ള ബാക്ക് പെയിൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഒരു പെയിന് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് നമ്മുടെ ബാക്കിൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ബാക്കിൽ സ്പൈന് ഒന്നടങ്കം സ്പൈനിൽ അടങ്ങിയിട്ടുള്ള വെർട്ടിബ്ര 33 എണ്ണം അത് ഇലയ്ക്ക് മേലെയായിട്ട് ക്രമീകരിച്ചിട്ടാണുള്ളത്. അതുകൂടാതെ തന്നെ അതിനിടയിലുള്ള ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് അടങ്ങിയിട്ടുണ്ട്. അത് സോഫ്റ്റ് കുഷൻ പോലെ സ്പൈനിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൊസിഷൻ ചേഞ്ചിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മസിൽസും ലിഗമെന്റ്സും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വയറിംഗ് പോയിട്ടുള്ളത് സ്പൈനൽ കോഡ് എന്ന രീതിയിലും നെർവ്സ് എന്ന രീതിയിലും അടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സംവിധാനത്തിൽ വരുന്ന ഇംബാലൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഇഞ്ചുറി ഇതൊക്കെയാണ് ബാക്ക് പെയിൻ എന്ന രൂപമായിട്ട് മാറുന്നത്. ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് മസിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലിഗമെന്റിന് സ്ട്രെയിൻ വരുന്ന അവസ്ഥകളിൽ ബാക്ക് പെയിൻ അനുഭവപ്പെടാറുണ്ട്. മറ്റൊന്ന് ഡിസ്ക് പ്രോബ്ലം. ഡിസ്ക് ചെറിയ രീതിയിലുള്ള തള്ളല്, പ്രധാനമായിട്ട് ലോ ബാക്ക് റീജിയനിലും നെക്കിലും വരുന്ന തള്ളിച്ച കൊണ്ട്, അതുപോലെ തന്നെ ഡിസ്ക് തള്ളിയിട്ട് കൂടുതൽ വരുന്ന അവസ്ഥകളിലും ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. സയാറ്റിക്ക എന്ന് പറയും, സയാറ്റിക് നെർവ്, കാലിലോട്ടുള്ള നെർവിന് വരുന്ന കംപ്രഷൻ കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ ഇതൊക്കെ സംഭവിച്ചിട്ട് ബാക്കിന് വരുന്ന ഇഞ്ചുറി കൊണ്ടൊക്കെ ബാക്ക് പെയിൻ അനുഭവപ്പെടാം. ഡീജനറേഷൻ കൊണ്ടുവരുന്ന അവസ്ഥകൾ, സ്പോണ്ടൈലോസിസ് പോലെയുള്ള അവസ്ഥകൾ കൊണ്ട് ബാക്ക് പെയിൻ അനുഭവപ്പെടാം. അതുപോലെ തന്നെ നമ്മളെ പോസ്ചർ കറക്റ്റ് അല്ലാത്ത, നമ്മൾ ഇരിക്കുന്ന രീതി, നിൽക്കുന്ന രീതി ഒന്നും കറക്റ്റ് അല്ലാത്ത, ആ പോസ്ചർ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ബാക്ക് പെയിൻ അനുഭവപ്പെടാം.